പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലേസി ഷീജ. ഞാൻ കൊല്ലം അഴീക്കിൽ നിന്ന് വരികയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 11 പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ പുതുക്കാൻ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തരികയുണ്ടായി. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ഇടത് വിരലിൻ്റെ തള്ളവിരൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തിരുവല്ല ബിലീവേഴ്സിൽ ചെന്ന് ഡെർമറ്റോളജിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞ് കൈ നല്ലതുപോലെ സൂക്ഷിക്കണം. അവരൊരു നെയിൽ പോളിഷ് 900 രൂപ വിലയുള്ള തന്നു ഇടാനായിട്ട്. എന്നിട്ട് എപ്പോഴും അത് വിരൽ ക്ലീൻ ചെയ്ത് ഗ്ലൗസ് ഉപയോഗിച്ച് ജോലികളൊക്കെ ചെയ്യാനും പിന്നെ വിരൽ 2 നേരവും വൃത്തിയായി പിന്നെ ഓയിൽമെൻറ്റൊക്കെ ഇടാനും പറഞ്ഞു. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ജോലി ചെയ്യുന്ന അവസ്ഥയിൽ. അങ്ങനെ സഹായത്തിന് എൻ്റെ ഹസ്ബൻഡായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി തരുന്നതും. അപ്പോൾ എനിക്കത് ഒന്നുകൂടെ ഒരു ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ നെയിൽ പോളിഷ് മാറ്റിയിട്ട് ഞാൻ വെഞ്ചരിച്ച തൈലം ഇടുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ വിരലിന് മാറ്റം ഉണ്ടായി. പിന്നീട് ഞാൻ ആ നെയിൽ പോളിഷെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് ഞാൻ ആ തൈലം ഇട്ട് ഇന്ന് പൂർണ്ണ സൗഖ്യം എനിക്ക് പ്രാപിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ അസുഖം, കുടലിന് ചെറിയ ചെറിയ കുരുപ്പുകളുണ്ടായിട്ട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഇത് സൂക്ഷിക്കണമെന്നും, അപ്പോൾ ആ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. ഈശോയ്ക്കും ഇവിടെ പരിശുദ്ധ അമ്മയ്ക്കും കോടാനകോടി നന്ദി അറിയിപ്പിക്കുന്നു. എൻ്റെ പേര് ചാർലി മെൻഡസ്. അഴീക്കൽ കൊല്ലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത്, എൻ്റെ കുടലിന് കുരുപ്പുകളുണ്ടായിരുന്നു. ആദ്യമേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് മെഡിസിൻ തന്നു നോക്കാം. പിന്നെ രണ്ടാമത് ഓപ്പറേഷന് തയ്യാറായി. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ മയക്കുമരുന്ന് ഡോക്ടർ വരുന്നതിന് മുമ്പായി ഒന്നും കൂടെ ഡോക്ടർ എന്നെ ഒരു ചെക്കപ്പ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, ഒന്നിൻ്റെയും കാര്യമില്ല, നിങ്ങൾ പൂർണ്ണ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു വിടുകയും ചെയ്തു. പക്ഷേ ഇത് ഞാൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ പല സ്ഥലത്തും തിയേറ്ററുകളിൽ ആളുകളെ ഓപ്പറേഷൻ ചെയ്യുന്നവരെ മാറ്റി മാറ്റി കിടത്താറുണ്ട്. അങ്ങനെ കിടന്ന കൂട്ടത്തിൽ മലന്ന് കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു വെളിച്ചം ഞാൻ കണ്ടു. അപ്പോൾ ഡോക്ടർ വരികയും ഈ സംഭവങ്ങൾ നടക്കുകയും എല്ലാം ഒരുപോലായിരുന്നു. ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ ഒരു സാക്ഷ്യം പറയാനാണ് എനിക്ക് അവസരമുണ്ടാക്കി തന്ന പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞാൻ ഇവിടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ 18 വർഷം ഇവിടെ ജോലി ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം പോലും ഇവിടെ തിരിഞ്ഞു വരാൻ എൻ്റെ മനസ്സ് വന്നിട്ടില്ല. അപ്രത്യക്ഷമായിട്ടുള്ള നിമിഷത്തിൽ ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളുമായി സംസാരിക്കുന്ന സമയത്ത് നാളെ ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് ഞാനും വരുന്നുണ്ട്, നീ എപ്പോൾ വരും എന്ന് ചോദിച്ചു. ആ അടിസ്ഥാനത്തിൽ അവൾ അന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞ് ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടു, ഉടമ്പടി എടുത്തു, എങ്ങനെ ഞങ്ങൾ പോവുകയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് 18 വർഷം ഞാൻ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ജോലി ചെയ്തിട്ട് പോലും എനിക്ക് വരാൻ മനസ്സ് വന്നിട്ടില്ല. 2019 മെയ് 21 ഞാൻ പെൻഷൻ പോയി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തിൽ കാലുകുത്തുന്നത്. 11/11/2023 ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടാണ് വന്നത്. മകളന്ന് പഠിക്കുകയായിരുന്നു, ഉക്രൈനിൽ പഠിക്കുകയായിരുന്നു. പക്ഷേ മകൾ വന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ മകളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. അതിനുശേഷം FMG പരീക്ഷ എഴുതുവാൻ എൻ്റെ മകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ
ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. അതും പൂർണ്ണ സൗഖ്യത്തോടു കൂടി വന്നു. എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കാരണമാണ് ഞങ്ങൾ, അല്ലെങ്കിൽ FMG പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം 7-ാം തീയതി 2:30 മണിക്കാണ് ഈ റിസൾട്ട് അറിയുന്നത്. ആ ദിവസം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിഞ്ഞ ഈ ഭൂമിയിൽ ആരമ്മയെ മുട്ടിപ്പായി വിളിച്ചാലും അവർക്ക് പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ഉത്തരവും കിട്ടും. ഞങ്ങൾക്ക് പലമാതിരി അനുഭവങ്ങൾ ഞങ്ങളിലുണ്ടായി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൻ്റെ കുടുംബ ഭദ്രതയും, എനിക്ക് ആകെയുള്ള ഇതൊരു മകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഇന്ന് വരെ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തനാണ് ഞാൻ. എൻ്റെ മോടെ ആദ്യ അക്ഷരം എഴുതിക്കുന്നതും വള്ളാർവട മുത്തിയമ്മയുടെ അടുത്താണ്. അങ്ങനെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഞാൻ 83-ൽ ഞാൻ പട്ടാളത്തിൽ പോയി. 18 കൊല്ലം അവിടെ നിന്ന് സർവീസ് ചെയ്ത് വന്നപ്പോൾ ശേഷമാണ് ഞാൻ പോലീസിൽ ചേരുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദികൾ നമിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ തിരുക്കുമാരനും ത്രിത്വൈക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അമല ചാർലി. ദൈവകൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ അമല ചാർലി എന്ന പേരിന് മുൻപിൽ പ്രിഫിക്സായി ഡോക്ടർ എന്നൊരു പ്രിഫിക്സ് അമ്മയുടെ മാധ്യസ്ഥത്താൽ എനിക്ക് കിട്ടി. ഞാൻ കൊല്ലം അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 28-നാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ FMG എക്സാമാണ്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഞാൻ പഠിച്ചത് യുക്രൈനിലായിരുന്നു. യുക്രൈനിലെ വാർ കാരണം ബാക്കി എൻ്റെ ഫർദർ 2 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ജോർജിയയിലാണ്. ശേഷം ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. FMG എക്സാമിന് പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഞാൻ കൊടുത്തു, എനിക്ക് കിട്ടിയില്ല. 3-ാമത്തെ അറ്റംപ്റ്റിന് മുൻപായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുന്നേ തന്നെ എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ഉടമ്പടി ആ സമയത്ത് ഞാൻ സ്വന്തമായി എടുക്കണമെന്ന് വിചാരിച്ചില്ല. മൂന്നാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. അതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ അതെനിക്ക് കംപ്ലീറ്റായിട്ട് പാലിക്കാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. ക്ലാസ്സിൻ്റെ ടൈമിൻ്റെ പ്രശ്നവും കാരണമൊക്കെ എനിക്ക് ഡെയിലി കുർബാനയിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു, എക്സാം കൊടുത്തു. പക്ഷേ 3rd അറ്റംപ്റ്റും എനിക്ക് കിട്ടിയില്ല. 1 മാർക്കിന് പോയി. 150 വേണമായിരുന്നു, 149 മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ 1 മാർക്കിന് ഫെയിലായിപ്പോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഉടമ്പടിയുടെ 2ാമത്തെ പുതുക്കലിൻ്റെ സമയമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ആ ഒരു ടൈമിൽ ഞാൻ ജോയിൻ ചെയ്ത ആ ഒരു ക്ലാസ്സിൻ്റെ ടൈമിങ്ങും അവർ എനിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലോട്ട് മാറ്റി. പണ്ട് രാത്രി 11 മണിക്കിട്ടിരുന്ന എക്സാം അവർ നേരത്തെ റീഷെഡ്യൂൾ ചെയ്ത് വൈകുന്നേരം 7 മണിക്കാക്കി. അതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ എക്സാമിൻ്റെ അറ്റംപ്റ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് എനിക്ക് നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കിടക്കാനും പിറ്റേന്നുള്ള ദിവ്യബലിക്ക് നേരത്തെ തന്നെ പോകാനും വേണ്ടിയുള്ളൊരു സാഹചര്യം തന്നെ മാതാവ് തന്നെ ഒരുക്കിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് 4th അറ്റംപ്റ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. ജൂൺ 28-നായിരുന്നു. കഴിഞ്ഞ എക്സാം എല്ലാം സാറ്റർഡേയ്സിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യത്തെ എക്സാം വന്നത് സൺഡേയിലായതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ 2 days ബിഫോറാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. ഹോൾ ടിക്കറ്റ് എനിക്ക് വ്യാഴാഴ്ച എൻ്റെ മെയിലിൽ ഹോൾ ടിക്കറ്റ് വന്നു. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തു. വെള്ളിയാഴ്ച ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഞാനിവിടെ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഹോൾ ടിക്കറ്റൊക്കെ അച്ഛൻ ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയായിരുന്നു എക്സാമെങ്കിലും ഞങ്ങൾക്ക് 7 മണിക്ക് തന്നെ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞങ്ങൾ എക്സാം സെൻറ്റർ, എനിക്ക് കോട്ടയത്തായിരുന്നു സെൻറ്റർ കിട്ടിയത്. കോട്ടയത്ത് ഞങ്ങൾ പോയി. ഞങ്ങളൊരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് വൈകുന്നേരം അവിടെ ചെന്ന സമയത്ത് ആൻറ്റി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ ജംഗ്ഷനിൽ വന്നപ്പോൾ ആൻറ്റി തന്നെ ചോദിച്ചു,
അവിടെ മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മണർകാട് മാതാവിൻ്റെ പള്ളിയുണ്ട്. അവിടെ പോകണമെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ എക്സാമിൻ്റെ സെൻറ്ററിലോട്ട് പോയി. സെൻറ്ററിൽ പോയി എനിക്ക് കൈയുടെ ഫിംഗർ പ്രിൻറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒരു വിധത്തിൽ ഫിംഗർ പ്രിൻറ്റ് കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ 3rd അറ്റംപ്റ്റിന് എനിക്ക് ഫിംഗർ പ്രിൻറ്റ് കിട്ടാത്തത് കൊണ്ട് എൻ്റെ ഒരു 50 above ക്വസ്റ്റ്യൻസ് എനിക്ക് മിസ്സായി പോയായിരുന്നു അന്ന്. അപ്പം ഞാൻ ഇപ്പോൾ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് എക്സാമിൻ്റെ ടൈമിൽ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഈ ഫിംഗർ പ്രിൻറ്റ് കിട്ടാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലേ. അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഫുൾ ഓഫായി പോയായിരുന്നു. അങ്ങനെ ഒരു ടൈം ലാഗ് എനിക്ക് ഒരു 10 മിനിറ്റോളം എനിക്കിങ്ങനെ ടൈം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയ ടൈം നമുക്ക് പിന്നെ തിരിച്ചവർ തരത്തില്ല. എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റ്, 300 ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് പോയി കഴിഞ്ഞാൽ നമുക്കത് ഫർദറായിട്ട് ചെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ടൈറ്റായിട്ടുള്ള ഇതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ആ എക്സാമിൻ്റെ ടൈമിൽ മാതാവ് സമയത്തിൻ്റെ അധികാരിയാണല്ലോ, ആ ടൈമിൽ ഇതിൻ്റെ ഫർദറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് സമാധാനത്തോടെ എക്സാം ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞാൻ എക്സാം ഹാളിന് വെരിഫിക്കേഷന് ചെന്നു. കുഴപ്പമൊന്നുമില്ല. അത് ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ എക്സാമിൻ്റെ സിസ്റ്റത്തിന് മുന്നിൽ വന്നിരുന്നു. എക്സാമിൻ്റെ ഇടയ്ക്കും പിന്നെ അവർ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷന് വരും. അപ്പം 2 മൊഡ്യൂളായിട്ടാണ് ഞങ്ങൾക്ക് ഈ എക്സാം നടത്തുന്നത്. രാവിലെ 9 സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 4:30 വരെയാണ് ഞങ്ങൾക്ക് എക്സാം ഉള്ളത്. ആദ്യത്തെ മൊഡ്യൂളിലും എക്സാമിൻ്റെ ഇടയ്ക്കും ഫിംഗർ പ്രിൻറ്റിന് വന്നപ്പോൾ ഒന്നും കുഴപ്പമില്ലാതെ ഫിംഗർ പ്രിൻ്റൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് 2nd മൊഡ്യൂളിന് കയറിയപ്പോഴും ആദ്യത്തെ ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. 2ാമത്തെ മൊഡ്യൂൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് രണ്ടാമത് പിന്നെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട് വന്നപ്പോൾ ആദ്യം വെച്ച പാറ്റേണിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് കിട്ടണം. അതെനിക്ക് കിട്ടുന്നേ ഇല്ല, ആ പാറ്റേൺ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെയും ഒന്ന് സ്ട്രെസ്സായി, ഈ ഫിംഗർ പ്രിൻറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെയും അത്രയും ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട് ഒരു ആൻറ്റി ആയിരുന്നു വന്നത്. അപ്പോൾ ആൻറ്റി ആദ്യം കുറച്ച് നോക്കി, ഫിംഗർ പ്രിൻറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആൻറ്റി തന്നെ എന്നോട് പറഞ്ഞു, മോള് ടൈം കളയണ്ട, എക്സാം അറ്റംപ്റ്റ് ചെയ്തോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം ഞാൻ ഫിംഗർ എടുത്ത് വെക്കാനായിട്ട് പോയപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ എക്സാം അറ്റംപ്റ്റ് ചെയ്തോ, ഞാൻ തന്നെ നിൻ്റെ ഫിംഗർ മാറ്റി മറിച്ചുമൊക്കെ വെച്ച് നോക്കിക്കോളാമെന്ന് പറഞ്ഞ് എൻ്റെ ഫിംഗർ എടുത്ത് ആൻറ്റി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റൊക്കെ മാറ്റി വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ആ ഫിംഗർ പ്രിൻറ്റ് കിട്ടി. ഞാൻ ആ സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഞാൻ ബോധറേ അല്ലായിരുന്നു. കാരണം ആ ആൻറ്റി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ആ ഫിംഗർ പ്രിൻറ്റ് ആൻറ്റി തന്നെ എടുത്തു. അങ്ങനെ ആ ഒരു ടൈമിൽ മാതാവിൻ്റെ ഇടപെടലുണ്ടായതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് എക്സാം ഭയങ്കര ടഫായിരുന്നു. ഈ പ്രാവശ്യം അവർ എല്ലാ പ്രാവശ്യവും PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളോട് ചോദിക്കാറുള്ളത്. എന്നിരുന്നാൽ പോലും ഈ പ്രാവശ്യം അവർ ഒരു മുന്നറിയിപ്പുമില്ലാതെ കംപ്ലീറ്റ് എക്സാമിൻ്റെ പാറ്റേൺ വരെ മാറ്റിക്കളഞ്ഞു. ഒരു വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ലാതെ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം. പക്ഷേ ആ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നത് പോലും ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ 19 സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഒറ്റ എക്സാമിന് ഒറ്റ സ്ട്രെച്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ 19 സബ്ജക്റ്റ് ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അതെനിക്കിപ്പം ഒന്നുകൂടെ ഓടിച്ച് വായിച്ച് നോക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇൻറ്റേർണൽ മെഡിസിൻ്റെ ന്യൂറോളജി പാർട്ടാണ് എടുത്ത് വായിക്കാൻ തോന്നിയത്. ആ ഒരു ബേസ് ചെയ്തുള്ള വീഡിയോ ക്വസ്റ്റ്യൻസ് 2-3 എനിക്ക് കിട്ടി. പക്ഷേ അത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു കാലിബർ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു ബേസിസിൽ എനിക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റി. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ടഫായിട്ട് തോന്നും. അപ്പം ഞാൻ തന്നെ പറയും, മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഞാനൊരു ക്ലിനിക്കൽ ബേസിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ആ ഒരു ബേസിസിലാണ് ഞാൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നൊന്നും അവർ ഫർദർ നേരത്തെ മുൻകൂട്ടി അറിയിക്കത്തില്ല. അവരെപ്പോഴെങ്കിലും തോന്നുന്നൊരു സമയത്ത് എക്സാമിൻ്റെ റിസൾട്ട് ഇടത്തേ ഉള്ളൂ, നമ്മളോട് നേരത്തെ കൂട്ടി പറയത്തൊന്നുമില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞു ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം
ഡാഡിക്ക് തിമിരത്തിൻ്റെ സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മിയും ഡാഡിയും ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ആ സമയത്ത് മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. സാധാരണ എല്ലാ വർഷവും രാത്രിയാണ് എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 7-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. ഇവിടെ ചൊവ്വാഴ്ച ആരാധന ആ ഒരു ടൈമിലായിരുന്നു, ഉച്ചയ്ക്കത്തെ സമയത്തായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല. എൻ്റെ അനിയത്തിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഇതുപോലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, നീ പാസ്സായി, 157 മാർക്കുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മാർക്കിനകത്ത് ഒരു 7 അല്ലെങ്കിൽ ഒരു 8 എന്നുള്ളൊരു നമ്പർ കാണണേ എന്നിങ്ങനെ ഞാൻ ജസ്റ്റ് പറയായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു, ഈ എക്സാം പാസ്സാവുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റെത്തസ്കോപ്പ് പിടിക്കുക എന്നുള്ളത്. അത് പിടിച്ചുകൊണ്ട് മാതാവിൻ്റെ മുൻപിൽ ഒരു സാക്ഷിയായി എന്നെ നിർത്തണമേ എന്ന് ഞാൻ ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം പോലെ പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ എല്ലാം വന്നത്, എൻ്റെ റിസൾട്ട് വന്നത് 7-ാം തീയതി ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത്, ആ ഒരു ആരാധന കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അതും 7-ാം തീയതി തന്നെ. എനിക്ക് കിട്ടിയ മാർക്കിനകത്ത് 157 ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാതാവും ഈശോയും ത്രിത്വൈക ദൈവവും അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അവരില്ലായിരുന്നെങ്കിൽ എനിക്കിത് ഒട്ടും എൻ്റെ മെറിറ്റിൽ നിൽക്കുന്ന കാര്യമല്ല. എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില ടോപ്പിക്സ് ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് ഒന്നും കൂടെ നോക്കെന്ന് പറയും. അങ്ങനെ അതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോലും എവിടെയോ വായിച്ചതുപോലുള്ള ക്വസ്റ്റ്യൻസ് കുറേ കിട്ടി. അതുപോലെ അച്ഛൻ ഇവിടെ പറയുന്നത് പോലെ ഒരു വചനത്തിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് വേറൊരു പാർട്ടിലായിരിക്കും കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ എനിക്ക് ആ ഒരു പോയിൻ്റ് ബേസ് ചെയ്ത് ഞാൻ സബ്ജക്റ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പം അതും എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു വെളിപ്പെടുത്തൽ പോലാണ്. അങ്ങനെ മാതാവും ഈശോയും എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് ഈ വിജയം തന്നു. കാരണം പാസിംഗ് പെർസെൻറ്റേജ് ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു. 12 പാസിംഗ് പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പാസിംഗ് പെർസെൻറ്റേജിൽ ഇത് എൻ്റെ വിജയമല്ല, ഇത് മാതാവിൻ്റെയും ത്രിത്വൈക ദൈവത്തിൻ്റെയും വിജയമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ പത്രം മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡുകൾ, ഹോസ്പിറ്റൽസ്, അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഓരോരുത്തർക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വഴിയിൽ കാണുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്കും ഒക്കെ അങ്ങനെ കൊടുക്കുകയായിരുന്നു. പിന്നെ ആത്മീയമായി വന്ന വളർച്ചയെന്ന് പറയുമ്പം കൂടുതൽ ദിവ്യകാരുണ്യത്തിനോട് ഒരടുപ്പം തോന്നാൻ തുടങ്ങിയത് പണ്ടും ദിവ്യബലികളിൽ പങ്കെടുക്കുമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നാൻ തുടങ്ങി. അതുപോലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ വീട്ടിലെ തിരുഹൃദയം നോക്കിയിട്ട് എനിക്കെന്തോ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ തിരുഹൃദയ പടം നോക്കി. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി, ഒരു ദൈവത്തിനോടുള്ള സ്നേഹവും അറ്റാച്ച്മെൻറ്റും കൂടി. അതുപോലെ ബൈബിള് വായിക്കാൻ, നേരത്തെ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം വായിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ വായിക്കാം എന്നൊരു മനസ്സിലൊരു തോന്നൽ, കുറച്ചുകൂടെ പോകാം, അല്ലെങ്കിൽ ഓരോ തവണ വായിക്കുമ്പോഴും അതിൻ്റെ ഡീപ്പർ മീനിങ് കിട്ടുന്നത് പോലെയൊക്കെ തോന്നി. അതുപോലെ അച്ഛനൊക്കെ പറയുമ്പോഴായാലും ഇപ്പം വചനം പറയുമ്പോൾ ഓക്കെ ആ വചനമാണല്ലോ എന്ന് പെട്ടെന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആത്മീയ വളർച്ചയുണ്ടായി. ഈശോയ്ക്കും മാതാവിനും ത്രിത്വൈക ദൈവത്തിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 89-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബ്ലെസി ചാർലി, അമല ചാർലി തങ്ങളുടെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രകടമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇവിടെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുത്ത വലിയ അനുഭവങ്ങൾ. ഈ അമ്മയുടെ രോഗസൗഖ്യമാണെങ്കിലും അപ്പച്ചൻ്റെ രോഗസൗഖ്യവും കയ്യിലുണ്ടായിരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അതേ തുടർന്ന് അപ്പച്ചന് കുടൽ സംബന്ധമായ അസുഖമാണെങ്കിലും അത്
പരിപൂർണമായ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെയാണ് അത് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിക്കുക. കാരണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് സൂചനയായിട്ട് കാണിക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചൊക്കെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അടയാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കാരണം നീണ്ട 18 വർഷങ്ങൾ ആലപ്പുഴയിൽ സേവനം ചെയ്തിട്ടും ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു കാരണം ഇടയാക്കിയതും അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു കടമ്പ കൂടിയായിരുന്നു. അതുതന്നെയാണ് പൂർണ്ണമായൊരു സൗഖ്യം നൽകി കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവരുടെ മകളായ അമല ചാർലിയുടെ FMG എക്സാം പാസ്സാകുന്നതും അത് പൂർണ്ണമായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു എക്സാം കൂടിയാണ്. കാരണം ഈ വർഷം നിരവധി മനുഷ്യർ എഴുതിയിട്ട് 12% ആൾക്കാരാണ് പാസ്സായത്. അപ്പോൾ തന്നെ നമുക്ക് ഈ മകളുടെ വാക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നുണ്ട്. അത് 4 തവണ എഴുതി, അതിൽ 3 തവണ ചില കാരണങ്ങളാൽ അത് ഫെയിലായി പോകാനുള്ള സാഹചര്യമുണ്ടായി. എന്നാൽ 4ാമത്തെ തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും അത് പരിശുദ്ധ മാതാവിനുള്ള ഒരു ഉറച്ച വിശ്വാസത്തിനും കൂടിയാണ് ഈ എക്സാം എഴുതാനായിട്ട് പോവുക ചെയ്യുന്നത്. കാരണം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയോടാണെങ്കിലും, കാരണം കഴിഞ്ഞ 3 തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള എററുകളൊക്കെ സംഭവിക്കുമ്പോഴും ഇപ്രാവശ്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്തിയില്ലെന്നുള്ളൊരു പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചെന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണയിൽ ഈ മകൾ ആഗ്രഹിച്ച രീതിയിൽ അത് പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. കാരണം പരിശുദ്ധ അമ്മയുടെ അടയാളം എന്നോണം ഒരു 7 എന്ന സംഖ്യ എൻ്റെ മാർക്കിൽ അതുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് അടയാളമായിട്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് തനിക്ക് 157 മാർക്ക് നൽകി അനുഗ്രഹിക്കുമ്പോഴാണ്. അത് ഈ മകളുടെ വാക്കിൽ നിന്ന് നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.